ഹായ്, ഗുഡ് മോർണിംഗ്. മൻസൂറാണ് പട്ടാമ്പിയിൽ നിന്ന്, വെൽനസ് അഡ്വൈസർ. ഇന്ന് ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇന്ന് ഒരുവിധ ആളുകളിൽ ഫാറ്റി ലിവർ ഉണ്ട്. പണ്ടൊക്കെ പറഞ്ഞിരുന്നു മദ്യപാനികൾക്കാണ് ഫാറ്റി ലിവർ വരിക. എന്നാൽ ഇന്ന് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വരെ ഫാറ്റി ലിവർ ഉണ്ട്. അവർ മദ്യപിച്ചിട്ടാണോ, അല്ലെങ്കിൽ മദ്യപിക്കാത്ത ഒരുപാട് ആളുകൾ അമിതമായി ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അമിതമായി മദ്യപിക്കുന്നതും ഫാറ്റി ലിവറിന് കാരണം. അത് മനസ്സിലാക്കണം ആദ്യം. അപ്പോൾ അമിതമായി കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഫാറ്റി ലിവർ. നമ്മൾ ഒരുപാട് ആളുകൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലേ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. അതും ഇന്ന് ഫാറ്റി ലിവറിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെ നമ്മളൊരു ലൈഫിൽ ഒരു വൺ ഡേയിൽ എങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകാമെന്നും, നമ്മളെ ഭക്ഷണ രീതിയിൽ എന്തെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് ഫാറ്റി ലിവറിനെ ഒഴിവാക്കാമെന്നും. കാരണം ഫാറ്റി ലിവർ ഒരു ഡേഞ്ചർ അസുഖമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടനായിരുന്നു കലാഭവൻ മണി അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് ഒരു കോമഡി ലേഡി മരണപ്പെട്ടു. അവരൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയത് അവരുടെ കയ്യിൽ ഇത് മാറ്റി വെക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല. കാരണം ഇത് മാറ്റി വെക്കാൻ പോലും സമയം കിട്ടില്ല. ഡോക്ടേഴ്സ് പറയാം നിങ്ങൾ ഇത്ര ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോളൂ, പക്ഷേ അതിനുള്ള സമയം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അത്രയും ഡേഞ്ചറാണ്. 80% ഡാമേജ് ആയാലും നമ്മൾ തിരിച്ചറിയാത്ത ഒരേ ഒരു അവയവം നമ്മളെ ബോഡിയിൽ ലിവറാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെ ഭാര്യമാരൊക്കെ വിളിക്കാറില്ലേ എൻ്റെ കരളെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനൊക്കെ. കാരണം പകുത്തു നൽകിയാൽ അതേപോലെ വളരുന്നത്. ഒരു 80% നമ്മളിൽ നിന്ന് എടുത്ത് വേറൊരാൾക്ക് കൊടുത്താൽ നമ്മളും വളരും, അവരും വളരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ ഭാര്യമാരൊക്കെ കരളേൻ്റെ കഷ്ണം എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു അവയവം നമ്മളുടെ ബോഡിയിൽ ചെയ്യുന്ന ഫങ്ഷൻ എന്താണ്, നമ്മളെ സ്റ്റോറേജാണ്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നതിൽ എന്തെല്ലാം അധികം വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഫാറ്റി ഫുഡുകൾ, കാർബോഹൈഡ്രേറ്റ് ഫുഡുകൾ, കാർബണേറ്റഡ് ഫുഡുകൾ, അതുപോലെ ഷുഗർ കൺസംഷൻ ഉള്ള ഫുഡുകൾ. ഇതെല്ലാം നമ്മളെ ബോഡിയിൽ സ്റ്റോർ ആവുന്ന സ്ഥലമാണ് നമ്മളെ ലിവർ. അത് എത്രണ്ട് സ്റ്റോറാണോ അതിനനുസരിച്ച് സംഭവിക്കുന്നുണ്ട് നമ്മളുടെ ബോഡിയിൽ ആ ഫാറ്റി ലിവർ. ലക്ഷണങ്ങൾ നോക്കി തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രോഗ്രാമാണ്. ലക്ഷണങ്ങൾ നോക്കിയിട്ടൊന്നും നമുക്ക് നമ്മളെ ഫാറ്റി ലിവറിന് തിരിച്ചറിയാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളൊരു സാഹചര്യം കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അവർ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയാറുള്ളൂ. ചിലപ്പോൾ സൈസ് വലുതായി ഉണ്ടാവും. സൈസ് വലുതായ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിയാൽ പിന്നെ ചിലപ്പോൾ ദിവസങ്ങളോളം മാത്രമേ നമുക്ക് ആയുസ്സുണ്ടാവുള്ളൂ എന്ന് തന്നെ പറയാം. അപ്പോൾ സീരിയസ് ആയി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ രീതി ചേഞ്ച് ആക്കിയാൽ നിങ്ങൾക്ക് അതിൽ മാറ്റം വരും. അതിന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ വെൽനസ് അഡ്വൈസറുടെ നിർദ്ദേശം സ്വീകരിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.